ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാമോ? സ്വാഗതം ഇങ്ങനെ സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പൊ ഇതാണ് എന്റെ അമ്മുമ്മ, എന്റെ അമ്മയുടെ ആരാണ് അമ്മയുടെ പറയാമ്മേ അമ്മുമ്മ ഉറക്കെ പറയാ, അവരോട് പറയും, പ്രേക്ഷകരോട് പറയും അമ്മ അമ്മുമ്മ അമ്മ. അമ്മുമ്മയാണ് സർവോപകരി എല്ലാമായ അമ്മുമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അമ്മുമ്മേനെ ഇന്റർവ്യൂ എടുക്കാൻ പോവാണ്. അതിന് മുമ്പ് അമ്മുമ്മയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാം. അല്ല അമ്മുമ്മ ആദ്യം ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലി നന്നായി ഫുഡ് ഉണ്ടാക്കും കേട്ടോ, ഭക്ഷണം നന്നായി ഉണ്ടാക്കൂല അമ്മുമ്മ ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലം എവിടെയായിരുന്നു? അമ്മുമ്മ ആലോചിക്കണം കഴിച്ചു. അപ്പൊ അമ്മുമ്മ ആദ്യം ചെയ്തിരുന്ന ജോലി ഇപ്പൊ പറയും. ഒരു പട്ടന്മാരുടെ എന്റെ മുഖത്ത് ഇവിടെ നോക്കിട്ട് എന്തായാലും പറ. അമ്മ എന്റെ മുഖത്ത് നോക്കി ഒരു പട്ടന്മാരുടെ ജോലി എടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? അത് കഴിഞ്ഞ് അവര് വയസ്സായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മൈക്ക് വേണോ? മൈക്ക് ഇവിടെ കുത്തോളം മൈക്ക് ഉണ്ട്. മൈക്കല്ല, ഇത് മൈക്ക് തരാൻ അതെന്താ? ഞാനല്ല ഇന്റർവ്യൂ എടുക്കുന്ന ചിരിക്കത്ത ആളാ. മൈക്ക് തരാൻ ഇപ്പൊ തരാം മൈക്ക്. ഞാനേ അമ്മൂമ്മനെ ഇന്റർവ്യൂ എടുക്കും. ഇങ്ങനെ നമുക്ക് അമ്മൂമ്മക്ക് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയണം. അപ്പൊ ഞാൻ പറയും ഏത് സിനിമയിൽ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള നടന്റെ പേരൊക്കെ ചോദിക്കും. ഞാൻ ഏറ്റവും ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുമ്പോ കേട്ടല്ലോ അമ്മത്തി സാധനം എടുക്കമ്മേ, ആ പെട്ടി ഇങ്ങനെ എടുത്തു മൊത്തം. ഇതെങ്ങനെയാണെന്നറിയോ? എന്റെ അമ്മൂമ്മയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളെ പൊന്നു പോലെ നോക്കിയിരുന്നത്. എന്റെ അമ്മ എനിക്ക് ചോറ് തരാണ്ടിരിക്കുമ്പോ ഇരുട്ടത്തിരുത്തുമ്പോ അമ്മൂമ്മയാണ് എനിക്ക് വലിച്ചിരുത്തി ചോറ് തരാറ്. അല്ല അമ്മൂമ്മ പറഞ്ഞു കൊടുക്ക്. അമ്മൂമ്മയ്ക്ക് ഒരു സ്വഭാവം ഉണ്ട്. അമ്മൂമ്മ എന്തെങ്കിലും നമ്മൾ കുരുത്തക്കേട് കാണിച്ചാൽ നമ്മൾ അടിക്കില്ല, ചീത്തയൊക്കെ പറയും. അമ്മൂമ്മയ്ക്ക് അടിക്കേണ്ടത് ഇഷ്ടമല്ല ഗൈസ്. പക്ഷെ എന്റെ അമ്മ ഞങ്ങളത് ഭാര്യമായിട്ട് നിലത്തിട്ട് അടിക്കും. അപ്പൊ അമ്മൂമ്മ പറയും അടിക്കല്ലേ എന്ന്. ഇല്ല അമ്മൂമ്മ എന്ത് മിണ്ടാണ്ട് ക്യാമറയ്ക്ക് നോക്കി ഭംഗി ആസ്വദിച്ചിരിക്കണ പറയും. ഇല്ലാത്തതൊന്നും ഞാൻ പറയില്ല. ഞാൻ പഠിപ്പിച്ചെന്ന പോലെ പറയേണ്ടത് നശിപ്പിക്കാണ് ഗൈസ്. അപ്പൊ ഇന്ന് അമ്മൂമ്മ അമ്മൂമ്മക്ക് എത്ര മക്കളാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുക്കൂ. ഇല്ല അമ്മൂമ്മക്ക് എത്ര മക്കളാണ്? എനിക്ക് 3 പെൺകുട്ടികളാ. 3 പെൺകുട്ടികളെ കൊണ്ട് ഉപകാരം ഉണ്ടോ? സത്യസന്ധമായിട്ട് പറയണം. ഇപ്പൊ ഞാൻ സത്യസന്ധമായിട്ടാ പറയണ. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകാണ്ടിരുന്ന മുതൽക്ക് മക്കളാണ് എന്നെ നോക്കണത്. ഏത് മോള്? ഞാൻ ഇത് മൂന്നാളും നോക്കണ്ട തന്നെ. അത് കഴിഞ്ഞിട്ട് മക്കളെ കൊണ്ട് ഉപകാരമുണ്ടെന്നല്ല വെച്ചാൽ മക്കളെ കൊണ്ട് ഉപകാരമുണ്ട്. പിന്നെ എനിക്ക് നന്ദനെയാണ് വല്ല സഹായം ചെയ്യുന്നത്. പിന്നെ പേരക്കുട്ടികളുടെ അടുത്തൊന്നും ഞാൻ പോയി ചോദിക്കാറില്ല. അത് കണ്ടിക്കടി അപ്പൊ അത് കാരണം പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ജീവിക്കുന്നു. വീട്ടുജോലിക്ക് പോയായിരുന്നതാ. വീട്ടുജോലിക്ക് അടിച്ചാടി തുടങ്ങിയല്ല അമ്മ നന്നായി ഭക്ഷണം ഉണ്ടാവും. ഇപ്പൊ 3 കൊല്ലമായിട്ട് എവിടെയും പോവാറില്ല. പോയിരുന്നു. ഓക്കെ. അമ്മൂമ്മക്ക് മുത്തശ്ശിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചായക്കട ഉണ്ടായിരുന്നു അല്ലേ അമ്മൂമ്മ? അത് മുത്തശ്ശനുണ്ടായിരുന്നില്ലേ? മുത്തശ്ശന് ചായക്കട ഉണ്ടായിരുന്നു. നല്ല ചായക്കടയായിരുന്നു. മുത്തശ്ശൻ നന്നായി ചായ അടിക്കും. അതുപോലെ അമ്മൂമ്മേനെ അടിച്ചിട്ടാണ് വലയിലാക്കിയത്. ലവ് മാരേജ് ആയിരുന്നു. അമ്മൂമ്മയുടെ അമ്മൊന്നും മിണ്ടാണ്ടിരിക്കോ? അമ്മൂമ്മയുടെ ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച് മാരേജ് ആയിരുന്നു. മുത്തശ്ശന്റെ ഭംഗി എന്തായിരുന്നു? ഭംഗി കാണാം മുത്തശ്ശനില്. ആ വലയിൽ പെട്ടതാ, പഠിച്ചതാണ്. അതാണ് ഈ മാതിരിയുള്ള ദുഃഖം അനുഭവിക്കേണ്ടതെന്ന്. അമ്മൂമ്മ കുറച്ച് ഓക്കെ. നമുക്ക് അടുത്തതിൽ പറയാം. അമ്മൂമ്മക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? എന്താ പറയുന്നത്? അമ്മൂമ്മ എന്ത് ഫുഡ് കഴിക്കാൻ ആഗ്രഹം? ഏത് ഫുഡ് കഴിക്കാൻ ആഗ്രഹം അമ്മൂമ്മക്ക്? എനിക്കിപ്പോ ഒരു ആഗ്രഹമില്ല. ആദ്യമൊക്കെ കഴിച്ചായിരുന്നു, ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ഇപ്പൊ അതിനൊന്നും കഴിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ രാത്രി ഗുളികയൊക്കെ കഴിക്കാൻ തന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. ഇന്നത് വേണമെന്നൊന്നുമില്ല. ഇല്ല ഏറ്റവും പറയണ്ടാവില്ല ഇന്നത് കഴിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറയില്ലേ? ഒരു ആഗ്രഹവും ഇല്ല. എന്താ നോക്കുക, അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇറച്ചിയോ മീനൊന്നും ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. 2 കൊല്ലത്തോളം അത് വേണ്ടാണ്ട്. പിന്നെ പറയത്തിന് പല്ലില്ല കഴിക്കണ്ട. അതെ, ഈ അമ്മയുടെ പല്ലാണ് അമ്മൂമ്മക്കിട്ടിരിക്കുന്നല്ലോ. ഓക്കെ. അപ്പോ നമ്മുടെ അമ്മൂമ്മ ഇനി കുറെ കാര്യങ്ങൾ അമ്മൂമ്മയോട് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇന്റർവ്യൂ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അല്ലേ? പ്രേക്ഷകർക്ക് ഇഷ്ടാവില്ല അമ്മൂമ്മ? അതൊന്നും എനിക്കറിയില്ല. 3 മക്കളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാ? എനിക്ക് 3 ആളും ഇഷ്ടമല്ല. പിന്നെ ഇത്തിരി നല്ലൊരു മനസ്സുണ്ടെങ്കിൽ മൂത്തോളൊക്കെ ഉള്ള. അയ്യോ കേക്കല്ലേ ഞാൻ പറയുന്നത്?
സത്യം അല്ലേ ഗൈസ്? അപ്പൊ വല്യമ്മേനെ മൂത്ത വല്യമ്മേനാണ് ഇഷ്ടം, വിനോദിനി എന്നാണ് പേര്, വല്യമ്മേനാണ് ഇഷ്ടം. ബാക്കി ശാരദനും നിർമ്മലയും കാര്യം ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അഞ്ചു വരും അടുത്ത ഇന്റർവ്യൂല്. എന്ത് വക അഞ്ചു ചോദ്യം ചോദിക്കാൻ പോകും. കുരുത്തക്കേടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവളുടെ മനസ്സ് നല്ലതാ, അതിനാണ് ഇങ്ങനെയുള്ള വിഷമമൊക്കെ വന്നിട്ടുള്ളത്. വല്യമ്മയുടെ പേര് പറയണം, അതിന് വേണ്ടിട്ടാണ് വല്യമ്മ. ചെറുപ്പത്തിൽ അമ്മൂമ്മേനെ ഇഷ്ടമുള്ള ആർക്കായിരുന്നു? അമ്മ കിടക്കണം കെട്ടിപ്പിടിക്കണേ കുട്ടി ഉറങ്ങി, അങ്ങനെ ഒരാള് പറയാം. അത് രണ്ടാമത്തെ ആളാ പറയാം. അത് കേൾക്കാൻ വേണ്ടിട്ടേ. അമ്മയും കിടക്കണം കുട്ടി ഉറങ്ങി, അല്ല അമ്മയും കിടക്കണം കെട്ടിപ്പിടിക്കണ കുട്ടി ഉറങ്ങി. എന്താ അങ്ങനെ പറഞ്ഞ? അത് ശാരദ ഉറങ്ങി. അപ്പൊ അവളുടെ അടുത്ത് കിടന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് അപ്പൊ കുട്ടി ഉറങ്ങി, അവളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. സാമർത്ഥ്യം നോക്കില്ല എന്റെ അമ്മേനെ കിടത്തി ഉറക്കിട്ട്. പാവന്റെ അമ്മ അഞ്ചോളം ഓടുണ്ട്. പിന്നെ അമ്മൂമ്മക്ക് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മൂവികളൊക്കെ കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്, സീരിയല് കാണാറുണ്ട്. സീരിയല് കാണും, സിനിമ കാണാൻ എനിക്ക് ഇഷ്ടമല്ല. സിനിമ നടന്മാരുണ്ടായിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് മോഹൻലാലാണോ മമ്മൂട്ടിനാണോ ഇഷ്ടം? എനിക്ക് അവർ രണ്ടുപേരും ഇഷ്ടമാണ്. ഉണ്ടെങ്കിൽ അങ്ങനെയില്ല. മോഹൻലാൽ നമ്മളെ കണ്ണന്റെ കുറച്ച് ടൈപ്പ് ഉണ്ട്, പിന്നുവിന്റെ കണ്ണന്റെ മോഹൻലാലിന്റെ പരിപാടിക്ക് പൊക്കോളം നിന്ന് വീട്ടിൽ വന്ന് പറയണ വിചാരിച്ചതാ. അവെന്താ ബിഗ് ബോസിൽ പോകണം ആഗ്രഹം ഉണ്ടോ? എനിക്ക് ഞാൻ ചെന്നിട്ട് പറയണ അമ്മൂമ്മ ഇതുപോലെ അപ്പുറത്ത് കുഞ്ചു കുശുമ്പൊക്കെ പറയില്ലേ? അയ്യോ അതൊന്നും ഞാൻ പറയും. അമ്മൂമ്മ പാവാണ് ഗൈസ്. എന്താ പറയാ, അമ്മൂമ്മ 3 മക്കളുടെ പോലെ അല്ല, അമ്മൂമ്മ നല്ല ഡീസന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ അമ്മൂമ്മക്ക് ഇപ്പൊ ആഗ്രഹം ഉണ്ടാവും, ഇപ്പൊ ഇങ്ങനെ സ്ഥലങ്ങൾക്ക് ടൂർ പോകണം, അങ്ങനെ സ്ഥലങ്ങൾക്ക് ടൂർ പോകണം എന്നൊക്കെ. എവിടേക്ക് പോകാൻ ആഗ്രഹം? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോകണമെന്ന്. പക്ഷെ കണ്ണന്റെ കുട്ടിയുടെ ചോറ് എടുക്കാൻ പോയിട്ട് നടക്കെ നിന്ന് തൊഴാൻ കൂടി പറ്റിയില്ല. ഗുരുവായൂർ പോകണമെന്നാണ് ആഗ്രഹം. നാളെ പോവാ? നാളെ രാവിലെ പോവാ, പുലർച്ചെ പോണം. അയ്യോ ഞാൻ എൻ്റെ കുട്ടി കേട്ടാ, ഗുരുവായൂർ പോവാ ആഗ്രഹം എന്ന് പറയുമ്പോ പുലർച്ചെ പോകണം ഉറപ്പില്ല. ആദ്യത്തെ പോലെയല്ല, അമ്പലമൊക്കെ വ്യത്യാസപ്പെട്ടുണ്ട് ഇപ്പൊ. ഇവിടുന്ന് കാറിൽ പോലോ. അല്ല, കണ്ണന്റെ മോളെ കുട്ടിക്ക് ചോറ് എടുക്കാൻ പോയി. നിക്കണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞ ആൾക്കാരെ പഴനിക്ക് പോകാൻ ആഗ്രഹം. എന്നിട്ടാണ് അമ്മ കാണിച്ചോണ്ടിരിക്കണേ. ഞാൻ അടുത്ത ഇന്റർവ്യൂ വഴിപാട് ഒരാഗ്രഹം പഴനിയെ പോവാനാണ്. അത് നീ 3 നടന്നിട്ടുള്ള വീടായി കഴിഞ്ഞ പോവാന്ന് വിചാരിച്ചത്. 2 കൊല്ലായി വന്നിട്ട് ഇത് വരാണ്ട് അടുത്തിട്ടില്ലേ. മോലിമയുടെ ആഗ്രഹമാണ് തീർന്നു കൊടുക്കാനാണ് അമ്മൂമ്മ ശ്രമിച്ചോണ്ടിരിക്കണ അല്ലേ? ലേറ്റ് അടിക്കണ്ട ഇവിടുന്ന് അമ്മൂമ്മയുടെ. പിന്നെ ഇപ്പൊ അമ്മൂമ്മക്ക് സിനിമാ നടികളിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? സിനിമാ നടികളില് അങ്ങനെ പെണ്ണുങ്ങളാണ്. നന്ദനാന്ന് പറയും. നന്ദന സീരിയലില് ഏറ്റവും നടീനാരെ ഇഷ്ടം? അതിപ്പോ എത്രയും ആരായാലും വിശ്വസിക്കുന്നു ഇങ്ങനെ ഇഷ്ടം എന്നുള്ളത്. അത് ഞാൻ പറയണ്ട. നല്ല മനസ്സിൽ നല്ല ഒന്നാണ് കഴിച്ചത്. അമ്മൂമ്മക്ക് അല്ലാണ്ട് എന്നെ അല്ലാണ്ട് ഏത് സിനിമ നടീന് ഇഷ്ടം, സീരിയൽ നടീന് ഇഷ്ടം? സീരിയലിൽ അവരുടെ പേരൊന്നും എനിക്ക് കിട്ടില്ല. ഏതെങ്കിലും സീരിയൽ പറ, ഞാൻ പറയാൻ പേര്. ആ മുടിയില്ലേ, മുടിയെ അതിനെനിക്ക് മുടിയേന് ഇഷ്ടമാണ്. ഋഷിചേട്ടന് ഇഷ്ടമാണെന്നില്ല ഞാൻ പറയട്ടെ. അപ്പൊ പറയും ഋഷിചേട്ടന് ഇഷ്ടമല്ല മുമ്മയ്ക്ക്. അപ്പൊ ഋഷിയുടെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഋഷിചേട്ടൻ അയച്ചു കൊടുക്കാം ഇത്. ഓക്കെ, നല്ലത്. പിന്നെ അടുത്ത കഴിഞ്ഞില്ലേ? പോസ്റ്റിനൊക്കെ കഴിഞ്ഞു കഴിച്ചിട്ട് എന്താല്ലേ കഴിഞ്ഞാൽ മതിയൊക്കെ അമ്മൂമ്മ. അപ്പൊ അമ്മൂമ്മയുടെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയും. അമ്മൂമ്മ എന്റെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടാൽ എന്റെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അമ്മൂമ്മതാ അതൊക്കെ കുറച്ചൊക്കെ മതി പ്രേമിക്കുന്നത് തന്നെ. എന്താ ചെയ്യാ? ബൈ ഗൈസ്.